ബിജെപിയുമായി ഡീലുണ്ടെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവർ മറുപടി അർഹിക്കുന്നില്ലെന്നും ഇഎംഎസിനും എകെജിക്കുമെതിരായി ജനസംഘുമായി ഡീലുണ്ടാക്കി തുടങ്ങിയ ചരിത്രമുള്ള കോൺഗ്രസാണ് പിണറായിക്കെതിരെ ഡീൽ ആരോപണവുമായി വന്നിരിക്കുന്നതെന്നും സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടിത തൊഴിലാളികളുടെ ചരിത്രം പറയുമ്പോൾ ചിക്കാഗോ തൊഴിലാളി സമരമാണ് 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തിൽ നടന്നു. ഇത് 21ാം നൂറ്റാണ്ടാണ്. അന്ന് മുതൽ തൊഴിലാളികൾ സമരം ചെയ്ത് പണിയെടുക്കുന്നവർക്ക് വിശ്രമിക്കാൻ സമയം വേണം, ചൂഷണത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞത്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ഫലത്തിൽ വീണ്ടും പഴയ നിലയിലേക്ക് പണിയെടുക്കുന്നവർ അടിമകളെപ്പോലെ ആവുന്ന ഒരു അവസ്ഥ. അവർക്ക് സംഘടിക്കാൻ, അവരുടെ അവകാശങ്ങൾ ചോദിക്കാനോ കഴിയില്ല. പണിയെടുക്കേണ്ട മണിക്കൂറുകൾ 8 എന്ന് പൊതുവിൽ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടത് വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പൊ ഇത് നടപ്പാക്കിയില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് അതിനകത്ത് പ്രത്യേകതയുള്ളത്. ഇത് നടപ്പാക്കുന്നതിൽ കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരാവകാശങ്ങളുണ്ട്. ലേബർ തൊഴിൽ വകുപ്പ് അങ്ങനെയാണ്, സംസ്ഥാനങ്ങൾക്ക് അവകാശമുള്ളതാണ്. ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. ഭരണഘടനാ മൂല്യങ്ങൾക്ക് നേരെ ദൃശ്യവും അദൃശ്യവുമായ അക്രമങ്ങൾ ബിജെപി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. FCRA ഭേദഗതി പ്രതികാര ബുദ്ധിയോടെയാണ് ബിജെപി ഗവൺമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. വോട്ട് കിട്ടുമോ എന്ന് നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നത്. ഇന്ത്യയിൽ യഥാർത്ഥ ഇടത് ബദൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരേയൊരു ഗവൺമെന്റ് കേരളത്തിലേതാണ്. പ്രവർത്തന പത്രികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക. എന്നാൽ മറ്റു കക്ഷികളുടേതാകട്ടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും. ദാരിദ്ര്യം തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസും ബിജെപിയും ഭരിച്ചിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു. വർഗീയ ലഹളകളില്ലാത്ത ഇന്ത്യയിലെ ഒരേയൊരു സംസ്ഥാനം നമ്മുടേതാണ്. ഇന്ത്യ ബ്ലോക്കിന്റെ ഒത്തൊരുമയില്ലായ്മയാണ് മൂന്നാമതും ബിജെപി സർക്കാർ അധികാരത്തിൽ വരാൻ ഇടയാക്കിയത്. സ്ത്രീകളുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള സാന്നിധ്യം കുറവാണെന്നും അവർ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർന്നു വരണമെന്നും എം.എ. ബേബി പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം.ബി. ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.